നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഈ എപ്പിസോഡിലേക്ക്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ക്യാപിറ്റൽ മാളിലുള്ള ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിലാണ് പ്ലസ് ഓർ മൈനസുമായിട്ട് ഞങ്ങളുടെ ടീം അംഗങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഏതാണ്ട് ഉച്ച സമയമാണ്, ഉച്ച കഴിഞ്ഞ് ഇങ്ങനെ വൈകുന്നേരത്തോട് അടുക്കുമ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ പർച്ചേസിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ കൂടുതലും അറിയാം, പർച്ചേസിംഗ് എന്ന് പറയുന്ന ദിവസം എന്ന് പറയുന്നത് സാറ്റർഡേ സൺഡേ എന്നുള്ള ദിവസങ്ങളിലാണ് കൂടുതലും ആൾക്കാരൊക്കെ പർച്ചേസിങ്ങിന് വേണ്ടി ഇറങ്ങുന്നത്. അന്നൊരു ഫ്രീ ദിവസങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു ദിവസം നല്ല മത്സരാർത്ഥികളെ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പ്ലസ് ഓർ മൈനസ് ഇവിടെ ആരംഭിക്കുന്നത്. ഒരു വീട്, ആ വീട്ടിലെ സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ അവിടെയുള്ള ഇപ്പോൾ ഒരു പുതിയൊരു വീട് എടുത്തിട്ട് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ടാവും അല്ലേ, അതൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും സ്വന്തമാക്കാം. ഒരുപാട് ഓഫേഴ്സുകളും വ്യത്യസ്തമായിട്ടുള്ള ഓഫേഴ്സ്, മറ്റെങ്ങും ലഭിക്കാത്ത അത്രയും തന്നെ ഓഫേഴ്സുകളൊക്കെ ആയിട്ടാണ് ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. പ്ലസ് ഓർ മൈനസ് ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് കണ്ണൂർ വിഷൻ ചാനലിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യ ടീമിലേക്ക് പോകണം. നമസ്കാരം, പേരെന്താണ്? അനന്തു. എന്ത് ചെയ്യുന്ന അനന്തു? ഞാൻ ഇപ്പോൾ ഏവിയേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഓക്കെ. ജോലിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എവിടെയാണ് ഏവിയേഷൻ കഴിഞ്ഞത്? കൊച്ചി നിന്നാണ്. ഓക്കെ, അപ്പോൾ അവരുടെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു തരാറില്ലേ? ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുന്നില്ലേ? നോക്കുന്നുണ്ട്. ശരി ശരി. എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണോ? യെസ്, അടിപൊളിയാണ്. ശരി. എത്ര വർഷത്തെ ഇതായിരുന്നു നിങ്ങളുടെ കോഴ്സ്? എത്ര വർഷം? 1 year ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രാക്ടിക്കലും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെയായിരുന്നു? അവിടെ നിന്ന് തന്നെയായിരുന്നു. ശരി, എയർപോർട്ടിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് പ്രാക്ടിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാറില്ല? കൊച്ചിൻ എയർപോർട്ടിൽ തന്നെയായിരുന്നു? അല്ല, കൊച്ചിനല്ല, ഞങ്ങൾക്ക് ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. കൊച്ചിൻ ടു ബാംഗ്ലൂർ. അല്ലേ? ശരി. പേരെന്താണ്? മഹിമ. എന്താ ചെയ്യുന്നത് മഹിമ? ഞാനിപ്പോ ഏവിയേഷൻ കഴിഞ്ഞിട്ട് ജോലിക്ക് ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു. അങ്ങനെ ഇന്ന കമ്പനി അല്ല, അങ്ങനെ ഒരു സ്വപ്നങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഇപ്പൊ എയർലൈനിൽ കയറുവാണെങ്കിൽ ഇൻഡിഗോ എയർലൈൻസ് അങ്ങനെയൊക്കെ നോക്കുന്നത്. അതിൽ ഫോക്കസ് ചെയ്യുന്നു. അതിന് വേണ്ടിയുള്ള എന്തൊക്കെയാ ഒരു തയ്യാറെടുപ്പുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ഇന്റർവ്യൂ അടുത്ത ദിവസം തന്നെ ഇന്റർവ്യൂ ഉണ്ട്, അപ്പൊ അതിന് അറ്റൻഡ് ചെയ്യണം. അങ്ങനെ കൂടുതലും ഈ ഇന്റർവ്യൂസിനൊക്കെ, ഇങ്ങനെ ഏവിയേഷനുമായി ബന്ധപ്പെട്ടുള്ള ഇന്റർവ്യൂസിനൊക്കെ കൂടുതലായിട്ടും വരുന്ന ഇന്റർവ്യൂലൊക്കെ ചോദിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു പഠനവുമായി അന്തം അല്ലാത്ത വേറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരാറുണ്ടാവോ? ബേസിക്കലി കസ്റ്റമർ സർവീസ് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി കൂടുതലായിട്ട് വരുന്നത് അല്ലേ? ഓക്കെ, ഒരുമിച്ച് ഒരേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ. അപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ പേര് പ്ലസ് ഓർ മൈനസ് എന്നാണ്. സാധാരണ ഈ ക്യാമറയും മൈക്കൊക്കെ കാണുമ്പോൾ പൊതുവേ ചോദ്യങ്ങളും ഉത്തരങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്നൊക്കെ പൊതുവെ സംശയം വരും. ഇവിടെ ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഒന്നുമില്ല. ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസ് എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. ഓക്കെ, ഒരു എത്ര സമയം വഴി പർച്ചേസിങ്ങിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഗ്രോസറി ഐറ്റംസ് ഒക്കെ ഇവിടെ ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ എത്ര ടൈമായി? 5 മിനിറ്റ് ആയതേ ഉള്ളൂ. എന്തായാലും അറൗണ്ട് ഒരു അരമണിക്കൂറെങ്കിലും മിനിമം എടുക്കും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ചും ഒരു എന്താ പെൺകുട്ടിയെ കൂട്ടി വന്നു കഴിഞ്ഞാൽ അവർക്കാണ് കൂടുതൽ സമയം വേണ്ടത്. നമ്മൾ പെട്ടെന്ന് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കും. കൂടുതലും ഇങ്ങനെ പർച്ചേസിങ്ങിന് പോയി കഴിഞ്ഞാൽ ആൺകുട്ടികൾ പൊതുവെ പോസ്റ്റ് ആവുന്ന ഒരു സ്റ്റൈൽ കൂടിയുണ്ട്. പോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണോ? ശരി. അപ്പോൾ ഇവിടെ നമുക്ക് അരമണിക്കൂർ സമയമില്ല, വെറും 5 മിനിറ്റ് മാത്രമാണ് സമയം. ഈ 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്നും നമ്മുടെ ഈ ഒരു ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്നും നിങ്ങൾക്ക് എന്ത് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. വലിയ പ്രൊഡക്റ്റുകളല്ല, കുഞ്ഞു പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. ശേഷം നിങ്ങൾ രണ്ട് ഭാഗത്തേക്കാണ് പോകേണ്ടത്. ഇത് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു മനസ്സറിയുന്ന ഒരു സംഭവം കൂടിയുണ്ട്. സെയിം പ്രൊഡക്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ അത് ഗെയിമിൽ നിന്ന് ഔട്ടാവും. ബാക്കി വരുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നമ്മളെ കൗണ്ടറിലേക്ക് വരാം. അതിൻ്റെ MRP റേറ്റ് ബാക്കി എന്താ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള സാധനങ്ങളുടെ MRP റേറ്റും കാര്യങ്ങളൊക്കെ കൂട്ടി നോക്കിയിട്ട് നമ്മുടെ ഒരു ഗ്ലാസ് ബോക്സിൽ ഒരു റേറ്റ് എഴുതിയിട്ടിട്ടുണ്ടാവും. ഞങ്ങളല്ല, ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റാണ് ഈ എൻവലപ്പിൽ ഇതിലൊരു റേറ്റ് എഴുതിയിട്ട് അത് എത്രയാണെന്നുള്ളത് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല. ബാക്കി വരുന്ന റേറ്റുകളൊക്കെ കൂട്ടി നോക്കിയിട്ട് MRP റേറ്റ് കൂട്ടി നോക്കിയിട്ട് ഇതിലെഴുതിയിരിക്കുന്ന റേറ്റുമായി പൊരുത്തപ്പെട്ട് നോക്കി ഓക്കെ ആണെങ്കിൽ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന നല്ല സമ്മാനമുണ്ട്. ഇനി അല്ല എങ്കിൽ പോലും ഒരു പ്രോത്സാഹന സമ്മാനമുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് വെറുതെ ഒന്ന് മത്സരിച്ച് നോക്കിയാലോ? റെഡി അല്ലേ? ഇതുപോലെ ക്യാമറക്ക് മുന്നിൽ നിന്നിട്ട് എപ്പോഴെങ്കിലും മത്സരിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് ടൈമാണ്. ശരി. അപ്പോൾ പൊതുവെ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരാളാണോ? ശരി. അപ്പോൾ അങ്ങനെ ഇവർ മത്സരിക്കാൻ പോവാണ്. ഇവർക്കുള്ള ഒരു 5 മിനിറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇവർക്കുള്ള ഞങ്ങളുടെ ട്രോളി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ കണ്ണൂർ വിഷൻ ചാനലിൻ്റെ. അതോടൊപ്പം തന്നെ പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ട്രോളി റെഡിയാണ്. എല്ലാം റെഡിയാണ്. ഇനി ഇവർ പർച്ചേസ് ചെയ്യണം. 5 മിനിറ്റ് കൊണ്ട് ഇവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. നമുക്ക് ട്രോളിയുടെ അടുത്തേക്ക് പോകാം. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഈ ഒരു മത്സരത്തിൽ മത്സരിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ 5 മിനിറ്റ് സമയമാണ്. 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ഏത് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. അപ്പോൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നു. 5, 4, 3, 2, 1, 0. മെല്ലെ സാവധാനം പോയാൽ മതി കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്.
ഒരു പൊതുവെ ചെറിയ കാര്യത്തിനൊക്കെ ഒരുപാട് ടെൻഷൻ അടിക്കുന്ന ആളാണോ? താങ്കൾ എങ്ങനെയാണ് പൊതുവെ ചില കാര്യങ്ങളൊക്കെ ഏതൊക്കെ എല്ലാം വളരെ ഫേസ് ചെയ്യുന്നത് വളരെ സ്മൂത്ത് ആയിട്ടാണോ അല്ലെങ്കിൽ വളരെ കൂളായിട്ടാണോ? ഓരോ സിറ്റുവേഷൻ പോലെ പക്ഷേ ആള് പെട്ടെന്ന് ടെൻഷൻ ആവുന്ന ഒരാളാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് സമയം പർച്ചേസിങ് തന്നപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്താ എടുക്കണം എന്നുള്ള ഒരു അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അങ്ങനൊന്നുമില്ല, ഇഷ്ടമുള്ള എല്ലാം വാരി എല്ലാം വാരിയിട്ടുണ്ട്. ഓറിയോ ബിസ്ക്കറ്റ് ഒന്നും നോക്കിയില്ല, ഒരു 5-6 വാരിയിട്ടുണ്ട്. ശരി, അപ്പോൾ ഇവർ 5 മിനിറ്റ് സമയം കൊണ്ട് ഇവർ കൊണ്ടുവന്ന സാധനങ്ങൾ ഇതാ ഈ 2 ട്രോളിയിലായിട്ടുണ്ട്. ആദ്യം നമുക്ക് കൂട്ടുകാർ പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ 5 മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളുടെ MRP റേറ്റ് ആണ് നോക്കുന്നത്. അതിനുശേഷമാണ് കൂട്ടുകാരൻ്റെ ആ പ്രൊഡക്റ്റ് പർച്ചേസ് കൊണ്ടുവന്ന പ്രൊഡക്റ്റ് ഞങ്ങൾ കൂട്ടി നോക്കാം. ഓക്കെ, കൂടുതലും ബിസ്ക്കറ്റിനോട് അല്ലേ? ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് ഡാർക്ക് ഫാൻറ്റസി. അതല്ലേ? എത്ര പൈസയുടെ 5 മിനിറ്റ് കൊണ്ട് കൂട്ടുകാർ എത്ര പൈസയുടെ വാങ്ങിച്ചു പർച്ചേസ് ചെയ്തു? ഏകദേശം 4199 രൂപ. 4199 രൂപയുടെ പർച്ചേസിംഗ് ആണ് നടത്തിയിരിക്കുന്നത് വെറും 5 മിനിറ്റ് കൊണ്ട്. ഓക്കെ, 4199 രൂപ. $8440 രൂപയുടെ സാധനങ്ങൾ അല്ലടാ? 8440 രൂപയുടെ സാധനം. 8440 രൂപയുടെ സാധനങ്ങളാണ് ഇവർ രണ്ടുപേരും ചേർന്നിട്ട് 5 മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. സാധാരണ പർച്ചേസിങ്ങിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്തിരി റേറ്റിൻ്റെ ഒക്കെ വാങ്ങിക്കാറുണ്ട്. വീട്ടിലേക്കൊക്കെ പൊതുവെ എങ്ങനെയാണ് വാങ്ങിക്കുക? ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമാണോ അല്ലെങ്കിൽ ബൾക്കായിട്ട് ഒരു മാസത്തേക്ക് ഒരാഴ്ചയിലേക്ക്? ആവശ്യത്തിനുള്ള. ശരി, അപ്പോൾ ടോട്ടൽ 8440 രൂപയുടെ സാധനമാണ് ഇവർ 5 മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ആ ഗ്ലാസ് ബോക്സിൽ എത്രയാണ് എഴുതിയിരിക്കുന്നത്, ഗ്രീൻ സൈപ്പർ മാർക്കറ്റിന് അവർ എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. 8440 രൂപയുടെ സാധനങ്ങൾ നിങ്ങൾ 5 മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്തു. ഇനി വേണ്ടത് നമുക്ക് ഈ ഗ്ലാസ് ബോക്സിൽ ഈ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് എത്രയാണ് എഴുതിയിട്ടിരിക്കുന്നത് നമുക്കറിയത്തില്ല, അത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഗ്ലാസ് ബോക്സ് പിടിച്ചോളൂ, ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിലെത്രയാണെന്നുള്ളത് ഞങ്ങൾക്കറിയത്തില്ല. ഒരു റേറ്റ് ഇതിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടിട്ടുണ്ട്. 8440 രൂപ ഇവർ പർച്ചേസ് ചെയ്തിരിക്കുന്ന 5 മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്ന റേറ്റ്. പ്ലസ് ഓർ മൈനസിൽ ഈ ഗ്ലാസ് ബോക്സിൽ ഇവർ കൂട്ടുകാരും പിടിച്ചോളൂ എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് 8440 ഇവർ പർച്ചേസ് ചെയ്തത്. ഇതിൽ എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 8000 to 8600. 8000 to 8600 എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 8440 ഇത്. അതായത് നമ്മുടെ ഈ ക്യാപിറ്റൽ മാളിലെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൽ പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന പ്രോഗ്രാം ചിത്രീകരണം തുടങ്ങിയിട്ട് ആദ്യത്തെ വിജയികളാണ് നിങ്ങൾ. ഹാപ്പി ആയില്ലേ? അപ്പോൾ ശരിക്കും ഇന്ന് രാവിലെ ആരാ കണിയണ്ടേ? അതായത് 8440 രൂപ ഇവർ പർച്ചേസ് ചെയ്ത സാധനങ്ങളുടേത്. ഇത് എഴുതിയിരിക്കുന്നത് 8000 to 8600. അപ്പോൾ ഇതിൻ്റെ ഇടക്കാണല്ലോ 8440 വരുന്നത്. അപ്പോൾ നിങ്ങൾ പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന പ്രോഗ്രാമിലെ വിജയികളാണ്. ക്യാപിറ്റൽ മാളിലുള്ള ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൽ ചിത്രീകരണം തുടങ്ങിയിട്ട് ആദ്യത്തെ വിജയികളാണ് നിങ്ങൾ. അടിപൊളിയാണ് കേട്ടോ. ഇതെങ്ങനെ പ്ലാൻ ചെയ്ത്? ചുമ്മാ അങ്ങോട്ട് ചെയ്തല്ലേ? സൂപ്പർ. എന്തായാലും 8440 ഇവർ പർച്ചേസ് ചെയ്തത് എഴുതിയിരിക്കുന്നത് 8000 to 8600. അപ്പം അങ്ങനെ ഇവർക്കുള്ള ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൻ്റെ സ്നേഹ സമ്മാനങ്ങൾ ഇതാ നിങ്ങളുടെ കയ്യിലല്ലേ ഇവർ. ഞങ്ങൾ ഇവിടുന്ന് ചിത്രീകരണം തുടങ്ങിയത് മുതൽ നമ്മളിങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്താണ് ഇവിടുന്ന് ഒരു വിജയം നമുക്ക് കിട്ടുന്നില്ല. കാരണം നമ്മൾ എഴുതിയിരിക്കുന്ന റേറ്റും കാരണം അത് ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ പോകുന്നുണ്ട്, അതിനേക്കാളും കുറവ് വരുന്നുണ്ട്. നമ്മുടെ അൽമനാമിൽ ചെയ്ത സമയത്ത് ഒരുപാട് വിജയികളുണ്ടായിരുന്നു. പക്ഷേ ക്യാപിറ്റൽ മാളിൽ വെച്ച് ചിത്രീകരണം തുടങ്ങിയിട്ട് ആദ്യത്തെ വിജയികളാണ് ഇവർ. അതിന് ഞങ്ങൾ എഴുതിയിരിക്കുന്നത് 8000 to 8600 എന്നായിരുന്നു. ഇവർ പർച്ചേസ് ചെയ്തിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 8440 രൂപയുടെ സാധനമാണ് ഇവർ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ മക്കളെ. അപ്പോൾ ഇവർക്കുള്ള ഞങ്ങളുടെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൻ്റെ സ്നേഹ സമ്മാനങ്ങൾ ഇതാ നൽകുകയാണ്. രണ്ടുപേരും ചേർന്ന് നൽകുകയാണ്. ഇതാ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന സമയം ഇതാ രണ്ടുപേരും ചേർന്നിട്ട് വാങ്ങിച്ചോളൂ. തിരിച്ച് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനമാണ്. പ്ലസ് ഓർ മൈനസിൻ്റെ സമ്മാനമാണ്. രണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കുള്ള സ്നേഹ സമ്മാനങ്ങൾ ഇതാ കൊടുത്തോളൂ. ഒരാൾക്കാർക്ക് കൊടുത്തോളൂ.
ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന സ്നേഹ സമ്മാനങ്ങൾ. അപ്പോൾ എന്തായാലും പറക്കാൻ വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, ഏവിയേഷനുമായി ബന്ധപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന, അപ്പോൾ നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. പർച്ചേസിങ് കഴിഞ്ഞിട്ടില്ലല്ലോ? ഇല്ല, പർച്ചേസിങ് നടത്തിക്കോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് ടീമാണ്. നമസ്കാരമാണ്. മാസ്കേക്ക് ഒന്ന് കാണട്ടെ നിന്റെ മുഖം. പേരെന്താണ്? മാഹിർ. മാഹിർ. എവിടെ സ്ഥലം? എവിടെ മോനെ? അഴീക്കോട്. എവിടെ? അഴീക്കോട് എവിടെ? അലവില്. അലവിലാണ്. ഓക്കെ. എന്താ പഠനമൊക്കെ? 9th. എവിടെ? ഈ സ്കൂളിലാണ്? ഭവൻസിൽ. ഭവൻസിലാണ് പഠിക്കുന്നത്. എൻ്റെ ക്ലാസ് ഒക്കെ നന്നായിട്ട് പോകണം. ഇത് ക്ലാസ് കഴിഞ്ഞോ? കഴിഞ്ഞു. Okay. എന്ത് സാധനം പർച്ചേസ് ചെയ്യാൻ വന്നേക്കണേ? കുടിക്കാനോ? കുടിക്കാൻ കിട്ടുമോ? കുടിക്കാൻ? കൂൾ ഡ്രിങ്ക്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. വാങ്ങിച്ചു തന്നിട്ട് പേരെന്താണ്? ഷിഫാൻ. നല്ല ലുക്കാണല്ലോ ഷിഫാൻ. നാണേ ഉണ്ണി മുകുന്ദൻ പൃഥ്വിരാജ് അല്ലേ? ശരി. എവിടെയാ സ്ഥലം? എവിടെ? പുതിയൊരു ഹൈവേ കാണാം. ഓക്കെ. ഒരേ ക്ലാസ്സിൽ തന്നെയാണോ പഠിക്കുന്നത്? ഒരേ ക്ലാസ്സിൽ തന്നെയാണ്. ശരി. എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ നന്നായിട്ട് പോകണം? കുഴപ്പമില്ല. ഏതാ ഡിവിഷൻ ഏതാണ്? ഞാൻ ബി ആണല്ലേ? ശരി, നമസ്കാരം. പേരെന്താ മോൻ്റെ? ഇംബ്രാർ. എവിടെയാ സ്ഥലം? എവിടെയാണ്? ചാലാടാ. ഓക്കെ. അടിപൊളിയായിട്ട് ക്ലാസ് ഒക്കെ നന്നായിട്ട് പോകണം. സാധാരണ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉറക്കം വരുന്ന വിഷയം ഏതാണ്? ബയോളജി. എന്ത് പറ്റിയത്? പിന്നെ ഇംഗ്ലീഷ് അല്ലേ? നിന്നെ വെള്ളം കുടിപ്പിക്കാനായിട്ടാ. പേര് പറ. സിയാൻ. എവിടെ സ്ഥലം? എവിടെ സിയാനെ? വളവട്ട തന്നെയാണ്. ആൾ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരാളാണോ ക്ലാസ്സിലൊക്കെ? ആക്റ്റീവാണ്. ഈ കോളേജ് പ്രോഗ്രാം, നിങ്ങൾ സ്കൂൾ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാറില്ലേ? കലോത്സവം പ്രോഗ്രാം. എന്ത് പരിപാടിയായിരുന്നു? കൾച്ചറൽ ഫെസ്റ്റ് ആയിരുന്നു അല്ലേ? ശരി. എന്തെങ്കിലും പരിപാടി പങ്കെടുത്തായിരുന്നോ? എന്തായിരുന്നു? കോമഡി ഡാൻസ് ആണ്. പണ്ട് നമ്മൾ കിച്ചൺ ഡാൻസ് എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പോഴത്തെ സ്റ്റൈൽ കോമഡി ഡാൻസ്. താങ്കളോ? ഉത്സാഹനം മാത്രമായിരിക്കും അല്ലേ? എന്തായിരുന്നു? ഒരു ട്രൂപ്പിൽ എത്ര പേരുണ്ട്? സിംഗിൾ പെർഫോമൻസ് ആയിരുന്നോ? ഗ്രൂപ്പ്. ഞാൻ വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നത്. ശരി. അപ്പോൾ പ്രോഗ്രാമിൻ്റെ കാര്യം പറയാം. ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ പേര് പ്ലസ് ഓർ മൈനസ് എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. ഒരു 5 മിനിറ്റ് സമയം നിങ്ങൾക്ക് തരുന്നു. 2 ടീമായിട്ട് നിങ്ങളെ മാറ്റുക. നിങ്ങൾക്ക് 2 പേർക്കും ട്രോളി അവിടെ റെഡിയാണ്. ഓക്കെ. ഈ 5 മിനിറ്റ് സമയം കൊണ്ട് നിങ്ങൾക്ക് എന്ത് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം? വലുതല്ല, ചെറിയ കുഞ്ഞു പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഓക്കെ. നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ, പറയുന്നത് കറക്റ്റ് കേൾക്കണേ, ഇവിടെ വന്നതിന് ശേഷം സെയിം പ്രൊഡക്റ്റുകൾ നിങ്ങളെടുക്കുന്ന സാധനവും ഇവരെടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടാളും 2 ദിശകളിൽ 2 സൈഡിലേക്കാണ് പോകേണ്ടത്. സെയിം പ്രൊഡക്റ്റുകൾ വന്നാൽ അത് ഗെയിമിൽ നിന്ന് ഔട്ടാവും. ഇപ്പോൾ 2 ബോട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് ഗെയിമിൽ നിന്ന് ഔട്ടാവും. ബാക്കി വരുന്ന റേറ്റിൻ്റെ MRP റേറ്റ് കൂട്ടി നോക്കിയിട്ട് ടോട്ടൽ വരുന്ന റേറ്റും ഞങ്ങൾ ആ ഗ്ലാസ് ബോക്സിൽ വെച്ചിരിക്കുന്നുണ്ടോ? അവിടെ ഒരു കണ്ടില്ലേ? അതിൽ എഴുതിയിരിക്കുന്ന റേറ്റ് എത്ര ഞങ്ങൾക്ക് അറിയത്തില്ല. ഓക്കെ. ആ റേറ്റും താരതമ്യം നോക്കിയിട്ട് അത് കറക്റ്റായിട്ട് വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനമുണ്ട്. ഇനി അല്ല എങ്കിൽ പ്രോത്സാഹന സമ്മാനമുണ്ട്. മറ്റേ ഇപ്പോൾ ഒരേ സാധനം 2 എടുത്താലോ? അതായത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് റെഡ് ലേബിളിൻ്റെ എത്ര വേണമെങ്കിലും എടുക്കാം. പക്ഷേ അതുപോലെ പ്രൊഡക്റ്റ് സെയിം കിലോ വന്നാൽ മാത്രമേ നമ്മൾ ഔട്ട് ആവത്തുള്ളൂ. അതിനേക്കാളും ഇപ്പോൾ ഇവരൊരു 1/2 കിലോ എടുത്തു, നിങ്ങൾ 1 കിലോ എടുത്തു കഴിഞ്ഞാൽ അത് ഔട്ട് ആവത്തില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ചുമ്മാ ഒന്ന് മത്സരിച്ച് നോക്കാം. ഒരു 5 മിനിറ്റ് സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവർക്കുള്ള ട്രോളി അവിടെ റെഡിയാണ്. ട്രോളിൻ്റെ അടുത്തേക്ക് വാ. വരും. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കളാണ് ഇവർ. 5 മിനിറ്റ് കൊണ്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുകയാണ്. 5 മിനിറ്റാണ് സമയം കൊണ്ട് പോലെ കൂളിംഗ് ഗ്ലാസ് വെക്കും പോലെ നാണേ ഉണ്ണി മുകുന്ദൻ പൃഥ്വിരാജ് എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ ശരി, നന്നായിട്ട് പെർഫോം ചെയ്യാം, നന്നായിട്ട് പർച്ചേസ് ചെയ്യാം. ഓക്കെ. 5 മിനിറ്റ് മെല്ലെ സാവധാനം എടുത്താൽ മതി. അപ്പോൾ കൗണ്ട് ഡൗൺ 5 4 3 2 1 0. മെല്ലെ പോകട്ടോ.
എന്തായാലും ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് ഇവർ വളരെ ഗംഭീരമായിട്ടുള്ള പർച്ചേസിങ് നടത്തിയിട്ടുണ്ട്. ഒന്നിനും ഒരു കുറവ് വരുത്തിയില്ല. ഗംഭീര പർച്ചേസിംഗ് ആണ് ഇവർ നടത്തിയേക്കുന്നത്. അപ്പോൾ ഇതിന്റെ മോനാണ് ആരൊക്കെയാ നിങ്ങൾ കിട്ടോ വരാട്ടോ. അപ്പോൾ നമ്മുടെ പിള്ളേർ ഇതാ പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളുടെ MRP റേറ്റ് ആണ് നോക്കുന്നത്. നമുക്കൊന്ന് പാസ്സായിട്ട് നോക്കാം കേട്ടോ. ഒന്ന് എടുത്ത് നോക്കുമോ മക്കളെ? സൈഡ് ഇവിടെ 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 വെച്ചാൽ ഇവിടെ വെച്ചാൽ ഇപ്പൊ തന്നെ ഏതാണ്ട് 1965 രൂപയുടെ സാധനമായിട്ടോ. ഇപ്പോ 2025 എത്ര ഏതാണ്ട് എത്രയായിട്ടുണ്ടാവും? എത്രയാവും? ഒരു 4000-5000. പക്ഷെ ഇതിലുണ്ടാകുന്ന ഒരു 3500 4000 ആ റേഞ്ചിൽ. അങ്ങനെയാണല്ലേ? ടോട്ടൽ റേറ്റ് ആണ് കൂട്ടേണ്ടത്. ഇപ്പൊ നമുക്ക് നോക്കാം. 2120 നമ്മുടെ ഈ ടീം പർച്ചേസ് ചെയ്തിരിക്കുന്നത് ടോട്ടൽ റേറ്റ് എന്ന് പറയുന്നത് ഇല്ല, കുറയാൻ സാധ്യത ഇല്ലടാ. 4815 രൂപയുടെ സാധനം പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 4800. ഇനി വാ, ഇതിൻ്റെ ആൾക്കാർ വാ, വരും മക്കളെ, ഇതിൻ്റെ ആൾക്കാർ വാ. 4815 രൂപയുടെ സാധനമാണ് ഇവർ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 4815. ഇനിട്ടോ വാ. അങ്ങനെ കേട്ടോ, ഇവർ ചോദിച്ചത് കറക്റ്റ് റേറ്റ് വരുന്നതാണെങ്കിൽ ഈ പ്രൊഡക്റ്റൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോകാനോ എന്ന് വെച്ചിട്ട് വളരെ വളരെ ഹൈ ക്വാളിറ്റി സാധനം, എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇവർ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ല. 10477 രൂപയുടെ സാധനമാണ് ഇവർ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 10477 രൂപയുടെ സാധനം പർച്ചേസ് ചെയ്ത്. മക്കൾ വരും വാ, ഇങ്ങനെ സൈഡിലിരുന്നു കേട്ടോ. 10477 രൂപയുടെ സാധനമാണ് പർച്ചേസ്. നിന്നെ കറക്റ്റ് കാണണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഈ പേപ്പറിൽ, ഈ എൻവലപ്പിൽ എഴുതിയിരിക്കുന്ന റേറ്റ് എത്രയാണ് നമുക്ക് നോക്കാം. 10477 രൂപ. അതിൽ നിങ്ങൾക്ക് ടോട്ടൽ റേറ്റ് വന്നേക്കണത്. അതിലൊരു പ്രോഡക്റ്റ് മാത്രമേ സെയിം വന്നിട്ടുണ്ടായിരുന്നു. അത് ഗെയിമിൽ നിന്ന് ഔട്ടായി. പോയി രണ്ടും ഔട്ടായി. നീ കാണുന്നില്ല മോനെ? ഓക്കെ, 10477. പക്ഷേ ഇവർ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് ഈ ബോക്സിൽ എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് എത്രയാണ് നമുക്ക് നോക്കാം. പറയൂ. 6200 to 6900. 6200 to 6900 എന്നുള്ള റേറ്റാണ് എഴുതിയിട്ടിരിക്കുന്നത്. നിങ്ങൾ എടുത്തിരിക്കുന്നത് 10,000 മുകളിൽ റേറ്റാണ്. അതുകൊണ്ട് ഗെയിം ഒന്ന് ഔട്ടായി എങ്കിൽ കൂടി കുഴപ്പമില്ല. നിങ്ങൾക്കുള്ള പ്രോത്സാഹനം, 2 ടീമിനുള്ള പ്രോത്സാഹന സമ്മാനമുണ്ട്. അടുത്തോട്ട് നോക്കുക. പ്രോത്സാഹന സമ്മാനമാണേ, നിങ്ങളുടെ ടീമിനുള്ള പ്രോത്സാഹന സമ്മാനമാണ്. ഇതൊരു ടീം, 2 പേരും കൂടി വാങ്ങിച്ചോളൂ. ഓക്കെ, നിങ്ങൾക്കുള്ള ടീം. അപ്പോൾ സന്തോഷം, നന്നായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി സ്കൂൾ പ്രോഗ്രാമിന് എത്ര ദിവസം കൂടി ഉണ്ട്? ഇന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ, ഓൾ ദ ബെസ്റ്റ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ഒരു സന്തോഷം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ക്യാപിറ്റൽ മാളിൽ എപ്പിസോഡ് ചിത്രീകരണം തുടങ്ങിയിട്ട് ഒരു മത്സരാർത്ഥി മത്സരിച്ചിട്ട്
മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചു, വിജയിച്ചിട്ട് സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇതൊരു ഏറ്റക്കുറച്ചിലാണ്. ഇതൊക്കെ ഒരു ജസ്റ്റ് പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. കാരണം നമ്മൾ റേറ്റ് എഴുതിയിടുന്ന റേറ്റ് എത്ര നമുക്കറിയില്ല. പക്ഷേ ആ റേറ്റ് എത്രയാണെന്ന് പോലും അറിയാതെ മത്സരാർത്ഥികൾ വന്നിട്ട് മത്സരിച്ചിട്ട് സമ്മാനം വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ശരി, അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് +ഓ മൈനസ് ഇവിടെ വരണം, സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം. ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. സാറ്റർഡേ സൺഡേ എന്നൊക്കെ പറയുന്ന ദിവസങ്ങളാണ് ഏറ്റവും കൂടുതൽ ഓഫേഴ്സ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഓരോ സ്പെഷ്യൽ ഡേ ഓരോ പ്രൊഡക്റ്റുകൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ, ബൈ.